അപ്പോഴങ്ങനെ ഒരു സാറ്റർഡേ ഞാൻ ചുമ്മാ എൻ്റെ ലാപ്ടോപ്പൊക്കെ നോക്കി കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുന്ന സമയത്താണ് എൻ്റെ ചങ്കായ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വിളി വരുന്നത്. നമുക്കൊന്ന് മാമ്പഴത്തറ പോയാലോ? ഇപ്പം നമ്മുടെ ഇൻസ്റ്റയിൽ വൈറലായി നിൽക്കുന്ന ഒരു സ്ഥലമാണല്ലോ മാമ്പഴത്തറ. ഞാൻ ഒന്നും നോക്കില്ല, ലാപ്പും അടച്ച് നേരെ പറഞ്ഞു ഓക്കെ നമുക്ക് സൺഡേ അല്ലേ, നമുക്ക് സൺഡേ രാവിലെ വിടാമെന്ന് പറഞ്ഞു. പക്ഷേ സൺഡേ ആവുന്ന സമയത്ത് നമുക്കൊരു പ്രശ്നമുണ്ട്. പള്ളി കാര്യങ്ങളൊക്കെ ഒന്ന് ഫാമിലിയെ പറഞ്ഞ് ഒന്ന് സെറ്റാക്കണം. ഓക്കെ, അതൊക്കെ ഒന്ന് പറഞ്ഞ് സെറ്റിലാക്കി, അപ്പനമ്മയൊക്കെ പറഞ്ഞ് സെറ്റിലാക്കി നേരെ രാവിലെ ഞാൻ തിരിച്ചു കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് 5 മണിക്ക് ഇറങ്ങി. ഓക്കെ, അപ്പോഴും നേരെ നമ്മൾ മാമ്പഴത്തറ എത്തി. തെന്മല വരെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് കയറിയ സമയത്ത് ആരുമില്ല. മാമ്പഴത്തറയിലേക്ക് പോയി. ഓക്കെ, മാമ്പഴത്തറ അടിപൊളി ഒരു പ്ലേസാണ് കേട്ടോ. നിങ്ങൾക്ക് അത് എന്താ പറയുക, ഈ വീഡിയോയിലൊന്നും കാണിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങളവിടെ നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്ത് പോകണം. പോയിട്ട് ജസ്റ്റ് ഇങ്ങനെ ബൈക്ക് ഓടിച്ച് ആ മാമ്പഴത്തറയുടെ ആ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അവിടെ പോയി നിന്ന് അവിടുത്തെ കുറച്ച് കാഴ്ചകൾ അതൊക്കെ ഇങ്ങനെ കണ്ട് അവിടെ ചുമ്മാ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണം. അതൊരു വേറൊരു ഫീലാണ്. ഞങ്ങൾ അവിടെ ഇരുന്ന് 90s കിഡ്സിൻ്റെ കാര്യങ്ങളും അത് കഴിഞ്ഞ് നമ്മുടെ തന്ത വൈബിൻ്റെ കാര്യങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. അത് മാത്രമല്ല അടുത്ത ട്രിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഏകദേശം 1-1.5-2 മണിക്കൂർ നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. വേറെ ഒന്നുമില്ല, ചുമ്മാ ഇരുന്നതാണ്. പക്ഷേ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ട് അവിടെ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ നിന്ന് ബൈക്കെടുത്ത് നേരെ താഴേക്ക് ഇറങ്ങി. പക്ഷെ ആ റൂട്ടുണ്ടല്ലോ ഒന്നും പറയാനില്ല. കാടിനകത്തൂടെ നമ്മൾ മാത്രം ഇങ്ങനെ റൈഡ് ചെയ്ത് പോകുന്ന സമയത്ത് വഴിയിലെല്ലാം ആനപ്പിണ്ടം കാണാം, പിന്നെ ഫെൻസിങ് കാണാം, പിന്നെ ചെറിയ ഗ്രാമങ്ങൾ കാണാം, പിന്നെ കുറച്ച് ദൂരം ബ്ലാങ്കാണ്, ആരുമില്ല, നമ്മൾ മാത്രം. അത്യാവശ്യം വലിയ ഓഫ് റോഡൊന്നുമില്ല, പക്ഷെ കൊച്ചു ഓഫ് റോഡൊക്കെ ചെയ്ത് തിരിച്ച് വീട്ടിൽ എത്തി. ഭയങ്കര സമാധാനമാണ് കേട്ടോ. ആ ഒരു ട്രിപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ അങ്ങനെ വലിയ കാഴ്ചകൾ വിചാരിച്ച് പോകരുത്. ബൈക്കിന് ഇഷ്ടപ്പെടുന്നവർ ബൈക്കും എടുത്തിട്ട്, പ്രകൃതി ഇഷ്ടപ്പെടുന്നവർ പ്രകൃതി ആസ്വദിച്ച് അങ്ങനെ അങ്ങ് പോവുക, അത്രയേ ഉള്ളൂ. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ പോയിട്ട് വന്നിട്ട് കമൻറ്റ് ഇട്. ഓക്കെ, എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.